പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? അതൊരു കൾച്ചറാണ്, അതൊരു കോൺഗ്രസിൻ്റെ മഹനീയമായ സംസ്കാരമാണ് എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി അവകാശപ്പെടുന്നെങ്കിൽ നല്ല കാര്യം. കോൺഗ്രസ് ഈ പരുവത്തിലായല്ലോ എന്ന് കോൺഗ്രസ് വിശ്വാസികൾ തന്നെ വിലപിക്കുമെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. നമ്മൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന, അതിൽ ലീഡർഷിപ്പ് നിൽക്കുന്ന ആളുകൾ താഴേക്കുള്ള ആൾക്കാർക്കൊരു മോഡലായി മാറണ്ടേ? ഇദ്ദേഹം ഇതുപോലെ സംസാരിക്കുന്നതുകൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകൾ എടോ വിജയ എന്ന് 2014 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് നടത്തിയ പരാമർശം, ആ വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. രാഷ്ട്രീയ നേതാക്കൾ ആരായാലും ആ അന്തസ്സ് പാലിക്കേണ്ടതാണ് എന്നുള്ളതിൽ സംശയമില്ല. ഓരോരുത്തരും അവരവരുടെ സംസ്കാരമാണ് വാക്കുകളിലൂടെ കാണിക്കുക എന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ നേതാക്കന്മാരെ എല്ലാം ആക്ഷേപിച്ചോ? ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? രാഷ്ട്രീയമായി ഗൗരവമായൊരു സന്ദർഭം ഉണ്ടായാൽ അതിൽ രാഷ്ട്രീയമായ പ്രയോഗങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും.